Hi all, welcome to my YouTube channel. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇലക്ട്രിക്കൽ എക്സാംസിൻ്റെ കോച്ചിങ് നടത്തി വരുവാണ്. നമ്മുടെ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ PWD, പമ്പ് ഓപ്പറേറ്റർ, അതുപോലെ നമ്മുടെ IT ലെവലിലോ ഇലക്ട്രീഷ്യൻ എക്സാംസ്, ഈ എക്സാംസൊക്കെ വിളിച്ചിട്ടുണ്ട്. ഇനി വിളിക്കാനിരിക്കുന്ന എക്സാമാണ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ PWD, അതുപോലെ തന്നെ നമ്മുടെ സബ് എഞ്ചിനീയർ, അതുപോലെ കുറേ ഇലക്ട്രിക്കൽ എക്സാംസ്, അതുപോലെ ഡിപ്ലോമ ലെവലിലുള്ള കുറേ ഇലക്ട്രിക്കൽ എക്സാം, ഓവർസിയർ ഒക്കെ വിളിച്ചിട്ടുണ്ട്. സോ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ, അതുപോലെ നമ്മുടെ ടൈറ്റാനിയത്തിലെ ഇലക്ട്രിക്കൽ മാനേജറും, അങ്ങനെ കുറേ ഇലക്ട്രിക്കൽ റിലേറ്റഡ് എക്സാംസ് വിളിച്ചിട്ടുണ്ട്. നമുക്കെല്ലാം എക്സാംസും ഇലക്ഷൻ കഴിഞ്ഞ് നമുക്ക് പ്രതീക്ഷിക്കാം. സോ നല്ലപോലെ സ്റ്റാർട്ട് ചെയ്യാത്തവർ ഇനിയും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഭാഗമായി നമ്മുടെ സ്പെഷ്യൽ ക്ലാസ്സസ്, നമ്മൾ ഫ്രീ ആയിട്ട് സ്പെഷ്യൽ ക്ലാസ്സസ് നമ്മുടെ അക്കാഡമിയിൽ ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ പറയുന്നത് ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും. നമ്മൾ ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കഷൻ ആയിരിക്കും. അതായത് നമ്മുടെ സബ് എഞ്ചിനീയറിൻ്റെ, അതുപോലെ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ നമ്മുടെ IT ലെവലിൻ്റെ ബേസിക് ആയിട്ടുള്ള IT ലെവലിലുള്ള ഇലക്ട്രീഷ്യൻ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, പമ്പ് ഓപ്പറേറ്ററിൻ്റെ, അതുപോലെ മീറ്റർ റീഡറിൻ്റെ, അപ്പോൾ ഇതിൻ്റെ എല്ലാം എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കഷൻ നടത്തുന്നത്. അത് ലൈവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇടാം. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ആവാം. കറക്റ്റ് നിങ്ങൾ ലൈവ് ക്ലാസ് വരിക. 6 മണി മുതൽ 7 മണി വരെ ആണ് ആ ലൈവ് ക്ലാസ് ഉള്ളത്. ആ സമയത്ത് നിങ്ങൾ കറക്റ്റ് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ആകുക. ഞാൻ ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ ഇലക്ട്രിക്കൽ PSC കോച്ചിങ് എന്നൊരു ടെലഗ്രാം ഒരു പബ്ലിക് ഗ്രൂപ്പുണ്ട്, ക്ലോസ് ഗ്രൂപ്പാണ്. അതിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ആവുക. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇടാം. അപ്പോൾ അതിൽ ഞാൻ അപ്ഡേറ്റ് ഓരോ ദിവസം ലൈവ് ക്ലാസ്, നമ്മൾ ഇനി മുതൽ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് എല്ലാം നമ്മൾ ലൈവായിട്ടാണ് നടത്തുന്നത്. നിങ്ങൾ ലൈവായിട്ട് നിങ്ങൾക്ക് അതെല്ലാം കണ്ട് നിങ്ങൾക്ക് അത് കേട്ട് പഠിച്ച് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ നോട്ട്സ് അതിനൊരു ടൈമുണ്ട്. അതുപോലെ നോട്ട്സും എല്ലാം കിട്ടുന്നുണ്ട്. PDF ആയിട്ട് നിങ്ങൾക്ക് നോട്ട്സും ഇംഗ്ലീഷിൽ കിട്ടുന്നുണ്ട്. അന്നേരം തന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അന്നേരം തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം. അങ്ങനെ ഒരു ഫെസിലിറ്റിയാണ് നമ്മുടെ അക്കാഡമി പ്ലാറ്റ്ഫോമിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ കേരള PSCയുടെ ടെക്നിക്കൽ നോൺ ടെക്നിക്കൽ എക്സാംസിനെല്ലാം നമ്മൾ അക്കാഡമി പ്ലാറ്റ്ഫോം നിങ്ങളെല്ലാവരും യൂസ് ചെയ്തിട്ടുള്ളവരാണ്. സോ അതുപോലെ തന്നെയാണ് നമ്മുടെ ടെക്നിക്കൽ എക്സാംസിന് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ നടത്തിയിട്ടുള്ള ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ ഡിസ്കഷൻ നടത്തും. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ്. നമ്മൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ്, ഇപ്പോൾ നമ്മുടെ ഓരോ ക്ലാസ്സും ഒരു ദിവസം ഏത് ടൈമിങ്ങിലാണ് നല്ല ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ആ കോമൺ പബ്ലിക് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് കിട്ടാത്തവർ എൻ്റെ ഈ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു പോസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് അൺലോക്ക് ചെയ്യാൻ വേണ്ടി യൂസ് കോഡ് സീനു ആൻസ് എന്നായ ഒരു കോഡ് നിങ്ങൾ യൂസ് ചെയ്യാം. ഈ കോഡ് യൂസ് ചെയ്യുന്ന വഴി, അതുപോലെ ഞാൻ അയക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ജോയിൻ ആവാം. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അക്കാഡമി ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്തിടുക. അന്നേരം ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിങ്ങിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും കറക്റ്റ് ടൈമിങ്ങിൽ ലൈവ് വരാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകും. നമ്മുടെ ഓൺലൈൻ കോച്ചിങ് നടത്തി വരികയാണ്. അത് നമ്മൾ ടെലഗ്രാമിലാണ്. അതെല്ലാം തിയറി ക്ലാസ്സസ് ആണ്. നമ്മൾ ഓരോ ടോപ്പിക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി ക്ലാസ്സസ് ആണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യത്തുള്ളൂ. തിയറി അതായത് നമ്മൾ ഓരോ ടോപ്പിക്കിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ തിയറി ക്ലാസ് വേണമെന്നുള്ളവർ നമ്മളെ ഓൺലൈൻ കോച്ചിങ്ങിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് നമ്മുടെ മൊഡ്യൂൾ 9, അതായത് നമ്മുടെ മെഷർമെൻറ്റ്സിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് നമ്മൾ തുടങ്ങിയ ബാച്ച് നമ്മുടെ മൊഡ്യൂൾ 9 ആയ മെഷർമെൻറ്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കമ്മിങ് മൊഡ്യൂൾസ് കുറച്ചുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ എക്സാംസിന്, ഇലക്ട്രിക്കൽ ലെവൽ എക്സാംസിനെല്ലാം യൂസ്ഫുൾ ആണ്. ഓക്കെ, അതിൽ നമ്മൾ കുറച്ച് ടോപ്പിക്സ് ആയിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്യൂ മീറ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുന്നുള്ള ടോപ്പിക്സ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോന്നിനെ കുറിച്ചും PMMC എന്താണ്, മൂവിങ് അയൺ, അതുപോലെ തന്നെ പവർ ഫാക്ടർ മീറ്റർ, എനർജി മീറ്ററിനെ കുറിച്ചും, കറണ്ട് ട്രാൻസ്ഫോമർ, പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ, CRIനെ കുറിച്ചും, മൾട്ടിമീറ്ററിനെ കുറിച്ചെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ്സസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തിയറി ക്ലാസ്, പിന്നെ അതിൻ്റെ പ്ലസ് MCQ ക്വസ്റ്റ്യൻസ്, ആ ടോപ്പിക് റിലേറ്റഡ് MCQ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യൂ മീറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ക്വാളിറ്റി ഫാക്ടർ മീറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ് തുടങ്ങാം. What is Q meter? നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. It is an instrument which measures the storage factor or quality factor of the electrical circuit at radio frequencies. Such type of devices is known as Q meter. Q meter എന്ന് വെച്ചാൽ ക്വാളിറ്റി ഫാക്ടർ മീറ്റർ ആണ്. ഓക്കെ, അതെന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്, മെയിൻലി യൂസ്ഡ് ഫോർ ദ മെഷർമെൻറ്റ്. എന്തൊക്കെ മെഷർ ചെയ്യാനാണ്? മെഷർമെൻറ്റ് ഓഫ് ക്യൂ ഫാക്ടർ, ക്വാളിറ്റി ഫാക്ടർ മെഷർ ചെയ്യാം. ഇലക്ട്രിക്കൽ സർക്യൂട്ടിൻ്റെ ക്വാളിറ്റി ഫാക്ടർ മെഷർ ചെയ്യാം. അതുപോലെ തന്നെ ഇറ്റ്സ് എ മെഷർമെൻറ്റ് ഓഫ് നമ്മുടെ ഇൻഡക്ടർ, കപ്പാസിറ്റൻസ്, റെസിസ്റ്റൻസ് ഓഫ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിൻ്റെ ഇതിന് ഇൻഡക്ടറും കപ്പാസിറ്ററും റെസിസ്റ്റൻസും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും.
ഓഫ് ഇലക്ട്രിക്കൽ സർക്യൂട്ട് അറ്റ് ഏത് ഫ്രീക്വൻസിയിലാണ്? അറ്റ് റേഡിയോ ഫ്രീക്വൻസി. നോട്ട് ചെയ്തത് അറ്റ് റേഡിയോ ഫ്രീക്വൻസിയിലാണ്. ആ ടൈപ്പ് ഓഫ് ഡിവൈസിന് നമ്മൾ ക്യൂ മീറ്റർ എന്ന് പറയും. അപ്പോൾ എന്തൊക്കെ മെഷർ ചെയ്യാം? നമ്മുടെ ഇറ്റ്സ് യൂസ്ഡ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് ക്യൂ ഫാക്ടർ ഓഫ് ദി കോയിൽ, അതുപോലെ തന്നെ നമ്മുടെ ഇൻഡക്ടർ, കപ്പാസിറ്റർ, റെസിസ്റ്റൻസ് ഓഫ് ദി ഇലക്ട്രിക്കൽ സർക്യൂട്ട്, ഇതെല്ലാം മെഷർ ചെയ്യാം. അറ്റ് ഏത് ഫ്രീക്വൻസി? അറ്റ് റേഡിയോ ഫ്രീക്വൻസിയാണ്. നമുക്കിതിനെ വേറെ ഈ ക്യൂ മീറ്ററിന് നമുക്ക് അതുകൊണ്ട് RLC മീറ്റർ എന്നും പറയാം. RLC മീറ്റർ എന്ന് നമുക്ക് പറയാം. ക്യൂ ഫാക്ടർ ഈസ് ഓൾസോ നോൺ ആസ് RLC മീറ്റർ. ഓക്കെ, അപ്പോൾ എന്താണ് ക്വാളിറ്റി ഫാക്ടർ മനസ്സിലായല്ലോ. അത് മെഷർ ചെയ്യുന്ന എന്തിൻ്റെയൊക്കെയാണ്? നമ്മുടെ ക്യൂ ഫാക്ടർ ഓഫ് ദി കോയിൽ, അതുപോലെ റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ് എല്ലാം ഒറ്റ റേഡിയോ ഫ്രീക്വൻസിയിൽ മെഷർ ചെയ്യും. ഓക്കെ, അതുപോലെ നമുക്കിതിൻ്റെ വേറൊരു പേരാണ് എന്താണ്? RLC മീറ്റർ എന്ന് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യൂ മീറ്റർ എന്ന് വെച്ചാൽ. അപ്പോൾ എന്താണ് ഒരു ക്വാളിറ്റി ഫാക്ടർ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് ഒരു ക്വാളിറ്റി ഫാക്ടർ എന്ന് വെച്ചാൽ? ഒരു കോയിലിൻ്റെ ക്വാളിറ്റി ഫാക്ടർ എന്ന് വെച്ചാൽ എന്താണ്? ദ ക്വാളിറ്റി ഫാക്ടർ ഈസ് വൺ ഓഫ് ദി പാരാമീറ്റേഴ്സ് ഓഫ് ദി ഓസിലേറ്ററി സിസ്റ്റം വിച്ച് ഷോസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ സ്റ്റോറേജ് ആൻഡ് ഡിസിപ്പേറ്റഡ് എനർജി. അതുപോലെ തന്നെ നമ്മുടെ ക്വാളിറ്റി ഫാക്ടർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് എന്തിൻ്റെയൊക്കെ റേഷ്യോ ആണ്? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ബൈ resistance. Quality factor Q is equal to, it is the ratio of inductive reactance to the effective resistance of the coil ആണ് അല്ലേ. അപ്പോൾ എക്സൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സലിൻ്റെ വേറൊരു ഫോം എന്താ? എക്സൽ ഈക്വൽ ടു ω0L/R എന്ന് ഇങ്ങനെ നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വാളിറ്റി ഫാക്ടർ നമുക്ക് വേറൊരു പേരും പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ മെഷർ ചെയ്യുന്നുണ്ട്? എക്സലും ആറും അറ്റ് റേഡിയോ ഫ്രീക്വൻസി ആണ്. ക്വാളിറ്റി ഫാക്ടറിന് വേറൊരു പേരും കൂടെയാണ് സ്റ്റോറേജ് ഫാക്ടർ. അതുകൊണ്ട് നോട്ട് ചെയ്താണ് സ്റ്റോറേജ് ഫാക്ടർ. എന്തുകൊണ്ടാണ് ഇതിൻ്റെ സ്റ്റോറേജ് ഫാക്ടർ എന്ന് പറയാൻ കാരണം? നമ്മുടെ സ്റ്റോറേജ് ഫാക്ടർ Q എന്ന് പറയുന്നത് സ്റ്റോറേജ് ഫാക്ടർ Q ഈക്വൽ ടു പവർ ഡിസിപ്പേറ്റഡ്. എന്തുമാത്രം പവർ അവിടെ ഡിസിപ്പേറ്റ് ചെയ്യുന്നു? പവർ ഡിസിപ്പേറ്റഡ്. ഇറ്റ്സ് എ റേഷ്യോ ഓഫ് പവർ ഡിസിപ്പേറ്റഡ് ഡിവൈഡഡ് ബൈ പവർ സ്റ്റോർഡ് ഇൻ ദ എലമെൻറ്റ്. എന്തിൻ്റെയൊക്കെ റേഷ്യോ ആണ്? പവർ ഡിസിപ്പേറ്റഡ് ഡിവൈഡ് ബൈ പവർ സ്റ്റോർഡ്. പവർ ഡിസിപ്പേറ്റഡ് ഡിവൈഡ് ബൈ പവർ സ്റ്റോർഡ് ഇൻ ദ എലമെൻറ്റ്. അപ്പോൾ നമ്മുടെ ക്വാളിറ്റി ഫാക്ടർ നമുക്ക് സ്റ്റോറേജ് ഫാക്ടർ എന്ന് പറയാം. അതായത് നമ്മൾ സ്റ്റോറേജ് ഫാക്ടർ ഓഫ് കോയിൽ Q എന്ന് പറയുന്നത് എന്താണ്? പവർ ഡിസിപ്പേറ്റഡ് ഡിവൈഡ് ബൈ പവർ സ്റ്റോർഡ് ഇൻ ദ എലമെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ക്വാളിറ്റി ഫാക്ടർ മനസ്സിലായല്ലോ. അതിന് നമുക്കപ്പോൾ എന്താ പറയുക? ഒരു ഗുഡ്നെസ് ഓഫ് കോയിൽ എന്ന് പറയാം, അല്ലെങ്കിൽ ഫിഗർ ഓഫ് മെറിറ്റ് ഓഫ് കോയിൽ എന്നൊക്കെ നമുക്ക് മെഷർ ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞു ഇത് എന്തിനെയൊക്കെ മെഷർ ചെയ്യും? നമ്മുടെ RLC മെഷർ ചെയ്യും. ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിന് RLC മെഷർ ചെയ്യും. അപ്പോൾ നമ്മുടെ ഒരു നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, നമ്മുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ, ദ വാല്യൂ ഓഫ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഒരു DC സർക്യൂട്ടും അതുപോലെ AC സർക്യൂട്ട്സിൻ്റെയും എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഡിഫറൻ്റ് ആണ്. ആ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്, ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ആ AC സർക്യൂട്ട്സിലെ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. എന്താണ്? ആ AC സർക്യൂട്ടിൻ്റെ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ നമുക്കിപ്പോൾ ഒരു AC സർക്യൂട്ടിൽ നമ്മുടെ റെസിസ്റ്റൻസ് ഡയറക്റ്റായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം? നമുക്ക് ഇൻഡയറക്റ്റ്ലി നമുക്ക് മെഷർ ചെയ്യാം. അതെങ്ങനെയാണ്? നമ്മളിപ്പോൾ ഒരു റിലേഷൻ പഠിച്ചേ ഉള്ളൂ അല്ലേ. നമ്മുടെ ക്വാളിറ്റി ഫാക്ടർ കണ്ടുകൊണ്ട് നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഈ ഒരു ഇക്വേഷൻ നോക്കി, ഈ ഒരു ഇക്വേഷൻ നമുക്ക് റെസിസ്റ്റൻസ് എങ്ങനെ എഴുതാം? R ഈക്വൽ ടു XL/Q എന്ന് എഴുതിക്കൂടെ? എഴുതാമല്ലോ. അപ്പോൾ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആദ്യം നമ്മൾ ഫസ്റ്റ് എന്ത് ഡിറ്റർമൈൻ ചെയ്യുക? നമ്മുടെ ക്വാളിറ്റി ഫാക്ടർ കണ്ടുപിടിച്ച ശേഷം നമുക്ക് എന്ത് ചെയ്യാം? അവിടെ നമുക്ക് R കണ്ടുപിടിക്കാം. മനസ്സിലായല്ലോ? അങ്ങനെ നമുക്ക് Rൻ്റെ വാല്യൂ നമുക്ക് ഈ ഒരു മീറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ദ ക്യൂ ഫാക്ടർ വർക്ക്സ് ഓൺ സീരീസ് റെസൊണൻറ്റ് കണ്ടീഷനിലാണ് ക്യൂ ഫാക്ടർ വർക്ക് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം മെയിൻലി നമ്മുടെ സീരീസ് റെസൊണൻസ് RLC സർക്യൂട്ടിൻ്റെ സീരീസ് റെസൊണൻറ്റ് കണ്ടീഷൻ, ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് ഫിഗർ എന്ന് വെച്ചാൽ RLC RLC ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് റെസൊണൻസ് ഫ്രീക്വൻസി ആണെങ്കിൽ നമ്മൾ എന്താണ്? XC ഈക്വൽ ടു XL ആണല്ലോ. അതുപോലെ XC ഈക്വൽ ടു എന്താണ്? 1/2πfc ആണ്. അതുപോലെ XL ഈക്വൽ ടു എന്താണ്? 2πf0L ആണ്. F0 എന്ന് പറയുമ്പോൾ റെസൊണൻസ് ഫ്രീക്വൻസി അല്ലേ. അപ്പോൾ നമ്മുടെ XC എന്ന് പറയുന്നത് എന്താണ്? 1/XC ഈക്വൽ ടു 1/2πf0C. അതുപോലെ നമ്മുടെ XL എന്ന് പറയുമ്പോൾ 2πf0C. അത് പഠിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ രണ്ട് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ആ രണ്ട് ഇക്വേഷൻ XL അറിയാം, XC അറിയാം. അപ്പോൾ ആ രണ്ട് ഇക്വേഷൻ നിങ്ങൾ സോൾവ് ചെയ്യാം. F0 എന്നുള്ള റെസൊണൻറ്റ് ഫ്രീക്വൻസി ആണ്. റെസൊണൻറ്റ് ഫ്രീക്വൻസി നമ്മുടെ XL ഈക്വൽ ടു XC ആവുന്ന കണ്ടീഷനിൽ ഇതൊക്കെ നമ്മൾ നമ്മുടെ AC സർക്യൂട്ട്സ് പഠിപ്പിച്ചിട്ടുണ്ട്. എന്ത് കിട്ടും? ആ രണ്ട് ഇക്വേഷനും കൂടെ റെസൊണൻറ്റ് കണ്ടീഷനിൽ XC ഈക്വൽ ടു XL രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും F0 ഈക്വൽ ടു 1/2π√LC എന്ന് കിട്ടും. ഓക്കെ, രണ്ടും കൊണ്ട് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? F0 ഈക്വൽ ടു 1/2π√LC എന്ന് കിട്ടും. ഓക്കെ,
അപ്പോൾ നമ്മളിതിൻ്റെ ഫേസ് ഡയഗ്രാം എങ്ങനെ വരയ്ക്കും? ഫേസ് ഡയഗ്രാം നമ്മൾ എങ്ങനെ വരയ്ക്കും? അപ്പോൾ നമ്മൾ ഈ ഒരു ഫിഗർ നോക്കി, ഇതിൽ നമുക്കറിയാം വോൾട്ടേജ് അക്രോസ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇൻഡക്റ്റൻസ് ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്. നമ്മുടെ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് റെസിസ്റ്റൻസും നമ്മുടെ കറണ്ടും എന്ന് പറയുന്നത് സെയിം ആണ് അല്ലേ, സെയിം ഫേസ് ആണ്, സെയിം ഫീച്ചറാണ്. നമ്മുടെ ഇൻഡക്റ്റർ ആണെങ്കിൽ എങ്ങനെയാണ്? ഇൻഡക്റ്റർ ആണെങ്കിൽ വോൾട്ടേജ് ലീഡ് കറണ്ട് ബൈ ആൻ ആംഗിൾ 90 ഡിഗ്രി ആണ്. കപ്പാസിറ്റർ ആണെങ്കിൽ എന്താണ്? വോൾട്ടേജ് ലാഗ് കറണ്ട് ബൈ ആൻ ആംഗിൾ 90 ഡിഗ്രി ആണ്. അത് നിങ്ങൾക്കറിയാം. ഈ ഒരു ഫേസ് ഡയഗ്രാം നോക്കി, നമ്മൾ കറണ്ടാണ് I0 ആണ് നമ്മുടെ റെഫറൻസ് വാല്യൂ. ഫോർ റെസിസ്റ്റൻസിലാണ് നമുക്കറിയാം വോൾട്ടേജ് ഡ്രോപ്പ് I0 R എന്ന് പറയുന്നത് നമ്മുടെ സെയിം ഫേസ് ആണല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വന്നത്, സെയിം ഫേസിലായിട്ട് വന്നത്. I0യുടെ സെയിം ഫേസ് തന്നെ വന്നു. ഇനി നമ്മൾ ഇൻഡക്റ്ററിൻ്റെ കേസ് നോക്കി. ഇൻഡക്റ്റർ ആണെങ്കിൽ എങ്ങനെ വരും? ഇൻഡക്റ്റർ ആണെങ്കിൽ നമ്മുടെ വോൾട്ടേജ് ലാഗാണ്. വോൾട്ടേജ് ലാഗ് കറണ്ട് ബൈ 90 ഡിഗ്രിയാണ്. ഇൻഡക്റ്റർ ആണെങ്കിൽ വോൾട്ടേജ് ലാഗ് കറണ്ട് ബൈ 90 ഡിഗ്രിയാണ്. നമ്മുടെ ഇൻഡക്റ്റർ ആണെങ്കിൽ എന്താണ്? ഇൻഡക്റ്റർ ആണെങ്കിൽ വോൾട്ടേജ് ലാഗ് എന്താണ്? വോൾട്ടേജ് ലീഡ്സ് കറണ്ട് ബൈ 90 ഡിഗ്രിയാണ്. ഇപ്പോൾ ഇവിടെ XL ആണ്, XL I0 ആണ് വരാനുള്ളത്, XL I0 ആണ് വരാനുള്ളത്, XL മാറിപ്പോയി. XL നോട്ട് ചെയ്തോണം, നിങ്ങൾ ഫിഗറിന് വ്യത്യാസമാണ്. XL I0 ആണ് ഇവിടെ വരാനുള്ളത്. ഓക്കെ, ഇതല്ല XL I0 കിട്ടും. ഓക്കെ, അതുപോലെ നമ്മുടെ കപ്പാസിറ്റർ EC ഇവിടെ തന്നിട്ടുണ്ട്. EC കപ്പാസിറ്റർ ആണെങ്കിൽ എന്താണ്? കപ്പാസിറ്റർ വോൾട്ടേജ് ആണെങ്കിൽ ലാഗ് കറണ്ട് ബൈ 90 ഡിഗ്രി. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? I0 XC എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ അത് കിട്ടിയല്ലോ. നമുക്കറിയാം നമ്മുടെ ആ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ സം ഓഫ് ദി വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് R ആൻഡ് L, ഈ Rനും Lനും അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് EL ആണേ, EL. സം ഓഫ് ദി വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് R ആൻഡ് L എന്ന് പറയുന്നത് എന്താണ്? EL. ഓക്കെ, EL ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടുത്തെ ഈ I0 ഇത് കിട്ടിയുണ്ടോ? ഇത് കണ്ടോ? ഈ I0 I0 ഇതും അതുപോലെ ഈ I0 XL ഇത് രണ്ടും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? EL കിട്ടും. അപ്പോൾ നമ്മൾ രണ്ടും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് അതിൻ്റെ റിസൾട്ടൻ നമുക്ക് EL കിട്ടി. ഓക്കെ, അതുപോലെ നമുക്കറിയാം നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് E എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് റെസിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ അതാണ് എന്ത് പറയുന്നത്? നമ്മൾ E = R I0 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണെങ്കിൽ എന്താണ്? ഇവിടെ നിന്ന് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇടുന്നത് അക്രോസ് കപ്പാസിറ്റൻസ് ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടുത്തെ ഇൻപുട്ട് വോൾട്ടേജ് Eയും ഔട്ട്പുട്ട് വോൾട്ടേജ് പറയുമ്പോൾ നമ്മുടെ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റൻസ് ആണ്. ഇപ്പോൾ നമ്മുടെ നമ്മുടെ കറണ്ടായിട്ട് റെസൊനൻസ് എന്ന് പറയുന്നത്, റെസൊനൻസ് കണ്ടീഷനിലെ കറണ്ടായിട്ട് റെസൊനൻസ് എന്ന് പറയുന്നത് I0 = എങ്ങനെ എഴുതാം? I0 = E/R എന്ന് എഴുതിക്കൂടെ? കറണ്ടായിട്ട് റെസൊനൻസ് കണ്ടീഷൻ ആ കറണ്ട് എന്ന് പറയുന്നത് I0 = E/R എന്ന് എഴുതാം. നമുക്കറിയാം നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് ഇത് നമുക്ക് എഴുതാമല്ലോ. ഇൻപുട്ട് വോൾട്ടേജ് E = എന്തെന്ന് എഴുതാം? I0 R എന്ന് എഴുതാം. ഓക്കെ, ഇൻപുട്ട് വോൾട്ടേജ് E = I0 R എന്ന് എഴുതാം. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ ആ ഒരു റേഷ്യോ നമ്മുടെ ഔട്ട്പുട്ടിൻ്റെയും ഇൻപുട്ടിൻ്റെയും ആ ഒരു റേഷ്യോ എടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? റേഷ്യോ ഓഫ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് EC അല്ല, EC ബൈ ഇൻപുട്ട് വോൾട്ടേജ് E. ഇത് രണ്ടുകൂടെ റേഷ്യോ എടുക്കുമ്പോൾ എന്ത് കിട്ടും? നമുക്കറിയാം നമ്മുടെ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് EC എന്ന് പറയുന്നത് എന്താണ്? EC = I0 XC ആണല്ലോ. XCക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? നമ്മുടെ XCക്ക് പകരം നമുക്ക് ω0 എന്ന് എഴുതാം, ω0 L എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. EC എന്താണ്? EC = I0 XC ആണ്. ഈ XC എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? XC = നമ്മുടെ റെസൊനൻസ് കണ്ടീഷനിൽ XC എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാണ്? XLന് ഈക്വലാണ്. അപ്പോൾ XCയുടെ അവിടെ XL സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതാണ് അങ്ങനെയാണ് കിട്ടിയ കേട്ടോ. EC എന്ന് പറയുമ്പോൾ I0 XC ആണ്. റെസൊനൻസ് കണ്ടീഷനിൽ XC = XL. അപ്പോൾ XL സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. XL = ω0 L ആണ്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് E എന്ന് പറയുന്നത് I0 R നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. ഇൻപുട്ട് വോൾട്ടേജ് E = I0 R എന്ന് കിട്ടി. ഓക്കെ, അതുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ EC/E നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് റേഷ്യോ ഓഫ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? I0 ക്യാൻസൽ ആയിപ്പോയി നമുക്ക് എന്ത്? ω0 L/R എന്ന് കിട്ടി. ഓക്കെ, ω0 L/R എന്ന് കിട്ടി. നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്വാളിറ്റി ഫാക്ടർ Q എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു. എന്താണ് ക്വാളിറ്റി ഫാക്ടർ? Q = XL/R നമ്മൾ പഠിച്ചു അല്ലേ. XL എന്ന് പറയുമ്പോൾ എന്താണ്? XL എന്ന് പറയുമ്പോൾ ω0 L/R ആണ്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. സെയിം അല്ലേ വരുന്നത്? Q = ω0 L/R അല്ലേ എവിടെയും വരുന്നത്? ω0 L/R. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ഈ ω0 L/R = എന്തെന്ന് എഴുതാം? ക്വാളിറ്റി ഫാക്ടർ എന്ന് എഴുതിക്കൂടെ? ഓക്കെ, അപ്പോൾ നമുക്കിതിന് എന്താ പറയാം? നമ്മുടെ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? നമ്മുടെ ക്വാളിറ്റി ഫാക്ടറിന് ഈക്വലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഈ എബേ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് E എന്ന് പറയുന്നത് ഈസ് എന്താണ്? Q ടൈംസ് ദ വോൾട്ടേജ് അക്രോസ് ദി കപ്പാസിറ്റർ ആണ്. ഓക്കെ, എന്താണ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ്? അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഇക്വേഷനാണ് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് E = Q ടൈംസ് ദ എന്താണ് വോൾട്ടേജ് അക്രോസ് ദി കപ്പാസിറ്റർ.
ഇപ്പോൾ നമ്മൾ ഇതിൽ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ്ലി നമുക്ക് റീഡ് ദ വാല്യൂ ഓഫ് ആ ക്വാളിറ്റി ഫാക്ടറിൻ്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റായിട്ട് റീഡ് ചെയ്യാം ഫ്രം ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലേ. അതുപോലെ നമ്മളിപ്പോൾ ഒരു മെഷർ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ നമ്മൾ മെഷർ ചെയ്താൽ മതിയല്ലോ. ഇതിൽ നോക്കുക, നമ്മുടെ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ മെഷർ ചെയ്താൽ മതി. ഇതിൽ ഡയറക്റ്റ്ലി ഈക്വൽ ടു എന്തിന് ഈക്വൽ ആയിരിക്കും, നമ്മുടെ വാല്യൂസ് ഓഫ് ക്വാളിറ്റി ഫാക്ടർ ഓഫ് ദി സർക്യൂട്ടിൻ്റെ വാല്യൂവിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, നമ്മുടെ ആ ഒരു ക്യൂ മീറ്ററിൻ്റെ ക്വാളിറ്റി ഫാക്ടർ മീറ്ററിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്, നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് നമ്മളൊരു ക്യൂ ടൈംസ് മാനിഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, വോൾട്ടേജ് അക്രോസ് ദി കപ്പാസിറ്റർ ആണ്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു വോൾട്ടിമീറ്റർ നമ്മളിതിനെ കാലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഞാനൊരു വോൾട്ടിമീറ്റർ ഞാൻ ഇതിനെ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ, ഇഫ് യു ആർ കണക്റ്റിംഗ് എ വോൾട്ടിമീറ്റർ കപ്പാസിറ്ററിന് അക്രോസ് ഞാനൊരു വോൾട്ടിമീറ്റർ ഞാനിവിടെ വോൾട്ട്മീറ്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ആ ഒരു റീഡിങ് അതിൽ നിന്ന് കിട്ടുന്ന കപ്പാസിറ്റർ വോൾട്ടേജ് വിൽ ഗീവ് ദ കപ്പാസിറ്റർ വോൾട്ടേജിൻ്റെ റീഡിങ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലേ, നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. ഇപ്പോൾ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് എന്താ പറയുക, വോൾട്ട്മീറ്ററിൽ നിന്ന് കിട്ടുന്ന റീഡിംഗ് എന്ന് പറയുന്നത് എന്താണ്, ക്വാളിറ്റി ഫാക്ടർ ഓഫ് ദി കോയിലായിരിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വാളിറ്റി ഫാക്ടറിൽ വരുന്നത്. ബാക്കി നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന ക്ലാസ് നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷൻസും അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇത്രയും ക്ലാസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ് ഒരു ക്വാളിറ്റി ഫാക്ടർ, ക്യൂ മീറ്റർ അല്ലെങ്കിൽ ക്യൂ ഫാക്ടർ, ക്വാളിറ്റി മീറ്റർ. അത് നമ്മൾ വേറൊരു പേര് നമ്മൾ പറയുന്നുണ്ട്, RLC സർക്യൂട്ട് എന്ന് പറയും, അല്ലെങ്കിൽ സ്റ്റോറേജ് ഫാക്ടർ എന്ന് പറയും. അതിൻ്റെ ഡെറിവേഷൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചു. അത് ആ ഒരു ഡയഗ്രാം വെച്ച് നമ്മൾ റെസൊണൻസ് കണ്ടീഷനിൽ വരുന്ന നമ്മൾ RLC വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കും നമ്മളിനി പഠിക്കും. നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മളത് പഠിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഫേസ് ഡയഗ്രാമും പഠിച്ചു. ഇത്രയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള വർക്കിംഗ് പ്രിൻസിപ്പിൾ. അടുത്ത ക്ലാസ് നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷൻസും അത് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസും പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്യും. അത് റിലേറ്റ് ചെയ്ത് വരുന്ന MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മറക്കാതിരിക്കുക, നാളെ 6 മണി to 7 മണി വരെ നമ്മൾ ലൈവ് ക്ലാസ് ഉണ്ട്. ക്വസ്റ്റ്യൻ സെക്ഷനാണ് ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ്. നമ്മൾ ക്വസ്റ്റ്യൻ സെക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നമ്മളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് പോൾ ഫോർമാറ്റിൽ നമ്മൾ തരുന്നുണ്ട്. സോ വളരെ യൂസ്ഫുള്ളായി നിങ്ങളെല്ലാവരും അത് യൂട്ടിലൈസ് ചെയ്യാം. സോ എല്ലാവരും ലൈവിൽ വരിക. ഓക്കെ, താങ്ക് യു. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾ എൻ്റെ ടെലഗ്രാം ചാനലിൽ പബ്ലിക് ഗ്രൂപ്പ് ട്രിപ്പിൾ PSC കോച്ചിങ് എന്നൊരു പബ്ലിക് ഗ്രൂപ്പുണ്ട് ടെലഗ്രാമിൽ. എല്ലാവർക്കും അതിൽ ജോയിൻ ആവാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ, താങ്ക് യു.